ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മോരുകറിയാണ്. വെള്ളരിക്ക വെച്ചാണ് ഞാനിവിടെ മോരുകറി ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക തന്നെ വേണമെന്നില്ല, നേന്ത്രക്കായയോ അല്ലെങ്കിൽ ചേനയോ വെച്ച് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ മോരുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് കറിവേപ്പിലയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ വെള്ളരിക്കയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജീരകം 2 ടീസ്പൂൺ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നാളികേരത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ സെയിം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. മോര് ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച നാളികേരത്തിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മോര് ഒഴിച്ചതിന് ശേഷം വീണ്ടും അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മോരുകറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായി നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിയിച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മളുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവരും നന്മകൾ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്